ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് കുടംപുളി പെറുക്കുന്ന വീഡിയോ ആണ് ഇതിന്. റബ്ബർ തോട്ടമാണ്. ഇവിടെയാണ് നമ്മൾ പുളി നിൽക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മൾ പുളി നിൽക്കുന്നത്. കുടംപുളി, ഇതാണ് കുടംപുളി. ഇതാണ് സാധനം, കുടംപുളി. കൂടുണ്ടോ? ഞാൻ തരില്ല. ചെറിയ തോടാണ്. തോടിനകത്തൂടെ അത് മഴ വരുമ്പോഴത്തേക്ക് നല്ല വെള്ളമല്ല, അല്ലെങ്കിൽ വലിയ വെള്ളമൊന്നുമില്ല, ചെറിയ വെള്ളമുള്ളൂ. മഴ പെയ്താൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഈ പുളി വീഴുന്ന പുളി മൊത്തം താഴെ പോകും. ചെറിയ കൈത്തോടാണിത്. സാധനം കാണിക്കാം. ഇതുണ്ടോ, ഇത് ഒരു ഓലിയാണ്. ഓലി എന്ന് പറയുക, അതായത് കുഞ്ഞി കിണറില്ലേ, കുഞ്ഞി കിണർ, അതിനാണ് ഈ ഓലി എന്ന് പറയുന്നത്. ഇത് ഉപയോഗത്തിനൊന്നുമില്ലാതെ കിടക്കുന്ന, അതായത് ഈ കൃഷി നനയ്ക്കാൻ വേണ്ടി മാത്രമൊക്കെ ആയിട്ട് എടുക്കുന്ന വെള്ളം ഇത്. ഇതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇത്രേ ഉള്ളൂ. നമുക്ക് വേണേൽ കൈകൊണ്ട് ഇതുണ്ട്, ഇത്ര ആഴമുള്ളൂ ആകെ. പുളി പെറുക്കാൻ വന്നപ്പോഴത്തേക്കും കിട്ടിയ സാധനമാണ് കരിയാപ്പല. ഇതിൻ്റെ ഇവിടെ നിന്നും അതുണ്ട്. ഈ വീട്ടിൽ കരിയാപ്പാണ്. എല്ലാവരും കരിയാപ്പല ഇങ്ങനെ ഇല ഇങ്ങനെ അടക്കിയായിരുന്നു. അങ്ങനെ എടുക്കില്ല കേട്ടോ. കരിയാപ്പ് ഓടിക്കുവാണെങ്കിൽ ഇങ്ങനെ ഓടിക്കണം, ഇവിടെ വെച്ച് ഓടിക്കണം. ഇവിടെ ചോദിച്ചാൽ ഇത് വീണ്ടും പൊട്ടിക്കെടുത്ത് ഉണ്ടാകത്തുള്ളൂ. എല്ലാം ഇങ്ങനെ ഇമ്മ കോല് പോലെ അങ്ങ് പോകും. ഇതിപ്പം പുളിയുള്ള സമയത്ത് മാത്രമേ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുള്ളൂ, എടുക്കാനൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് കോല് പോലെ പുളി കിടക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതുണ്ടോ, ഇതാണ് പുളി കിടക്കുന്നുണ്ട്. പഴുത്ത് കഴിയുമ്പോഴത്തേക്കും വീഴും. നമ്മൾ പച്ച എടുക്കുന്നില്ല കേട്ടോ. പച്ച എടുത്തു കഴിഞ്ഞാൽ ഒരു കാറച്ചവയായിരിക്കും. ഓക്കെ, പച്ചപ്പുളി. ഈ പച്ചപ്പുളി നമ്മൾ എടുക്കത്തില്ല കേട്ടോ. ഇത് പച്ച എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുറിച്ച് കഴിഞ്ഞാലും അതിൻ്റെ കുരു ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കാറച്ചവയായിരിക്കും ഇടുമ്പോഴത്തേക്കും. ഇത്രയും കുടംപുളി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നടുവേ പൊട്ടിച്ച് അതിൻ്റെ കുരു കളയണം. കുരു കളഞ്ഞിട്ട് വേണം ഇതുപോലെ വെത്തലോട്ടാക്കാൻ. അപ്പോൾ ഇത് ഒരു സെറ്റ് ആദ്യമേ ഇട്ടിരുന്നതാണ്. ഏകദേശം ഒരെണ്ണം പകുതിയോളമായി. ഇത് മുക്കാൽ ഭാഗമായി. ഇത് പകുതിയായാലും പകുതി കഴിഞ്ഞു. ഇതുപോലെയാണ് പുളി പൊട്ടിക്കുന്നത്. ഈ പുളി പൊട്ടിച്ചതിനകത്ത് കുരുവുണ്ട്. ഈ കുരു കളയണം. പിന്നെ ഞെട്ടും അടുത്ത് കളയണം. പുളിക്ക് പിന്നെ കറയുണ്ട് കേട്ടോ, നല്ല കറയാണ്. ഇതെല്ലാം എല്ലാം കറ പിടിക്കും. നമ്മുടെ കയ്യിലൊക്കെ ആണെങ്കിലും കറ പിടിക്കും. പിന്നെ എണ്ണയോ ഇട്ട് വേണം കളയാൻ. ഇനി പുളി പൊട്ടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ കഴുകിയിട്ട് നേരെ ഇട്ടാൽ മതി കേട്ടോ. ഈ നെറ്റിൻ്റെ മുകളിലോട്ട് ഇട്ടാൽ മതി. ഇതിപ്പോൾ നെറ്റിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ പുക കൊടുക്കണം. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് പുകയിട്ടുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് പോകാതെ കിട്ടത്തുള്ളൂ.
ഇതെന്നാ കുഞ്ഞപ്പ ഇത്? ഇതെന്നതാ? ഏ പുളി. ആ പുളി പുളി. ഇത് ഇപ്പം ഏകദേശം ആയ പുളിയാണ്. ഇപ്പം ഇത്രയും ഹാർഡായിട്ടുണ്ട്. ഇനി ജസ്റ്റ് കിടന്നാൽ മതി. ഇതിപ്പോൾ ഓക്കെയാണ്, ഒന്ന് വാരി വെച്ചാൽ മതി. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം മീഡിയം ആയ പുളിയാണ്. കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് മാറിയിട്ടില്ല. കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു 2 ദിവസം കൂടെ പുക അടിച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. ഇത് നമുക്ക് എടുത്ത് വെക്കാറാവും. കണ്ടോ, ഇതൊക്കെ ഏകദേശം പരുവായതാണ്. നല്ലപോലെ ആയി പോകുമ്പോഴത്തേക്കും കലുകല എന്നുള്ളൊരു ഇത് വെക്കും. നമ്മളെ ഈ ഇതുപോലെ ആയിപ്പോകും, ഹാർഡായിപ്പോകും, ഒത്തിരി ഹാർഡായിപ്പോകും. അത്യാവശ്യം ഇച്ചിരി ഹാർഡായിട്ട്, കുറച്ച് ഹാർഡായിട്ട് വരുന്നതാണ് എപ്പോഴും കുറേ നാൾ നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഹാർഡായിരിക്കുന്ന സാധനം നമ്മൾ ഉപ്പും എണ്ണയും കൂടെ കൂട്ടി തിരുമ്പുമ്പോഴാണ് നല്ല മയമുള്ള പുളിയായിട്ട് മാറുന്നത്. കുടംപുളി ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഉപ്പും എണ്ണയും കൂടെ കൂട്ടി അങ്ങ് തിരുമ്മി വെച്ചാൽ മതി. ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഇത് കൂടുതലും കോട്ടയം സ്റ്റൈൽ മീൻകറിക്കകത്താണ് കൂടുതലും ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. അപ്പം ഓക്കെ, വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.